ഞങ്ങൾക്ക് ഈ ആവേശത്തുഴയിലിൻ്റെ അപ്പുറത്തേക്ക് ഭക്തിയാണ് നമ്മുടെ പ്രധാനം. അപ്പോൾ ഒന്ന് ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുതു, അതിനുശേഷം ക്ഷേത്രത്തിലെ കാഴ്ചകൾ കണ്ടു. ഓരോ പള്ളിയോടങ്ങളായിട്ട് ഇപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഒരുക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മലപ്പുഴശ്ശേരി പള്ളിയോടം അത് മാലയിട്ട് കഴിഞ്ഞു. ഭഗവാന്റെ പൊന്നെടുക്കുന്നത് അവിടെ നിന്നാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവരവിടെ നടത്തുന്നുണ്ട്. ചെന്നിത്തല പള്ളിയോടം ഒരു ദിവസം മുമ്പേ അവിടുന്ന് പുറപ്പെട്ടു കേട്ടു. എന്തായാലും ആ ആവേശത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു 12 മണിയാവുന്നതോടുകൂടി മുഴുവൻ പള്ളിയോടങ്ങളും ഇവിടെ എത്തും. 51 കരയുന്നുണ്ട്. 50 മാരാമണ്ണം മാത്രമാണ് ഇത്തവണ വിട്ടു നിൽക്കുന്നത്. ബാക്കി എല്ലാ പള്ളിയോടങ്ങളും എത്തുന്നു. എനിക്ക് തോന്നുന്നത് 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഇപ്പോൾ എല്ലാ കരക്കാരും ഇറങ്ങുന്നത്. പമ്പയിലെ വെള്ളം കുറച്ച് കുറവാണ് എങ്കിൽ പോലും ഈ വെള്ളം കുറച്ചുകൂടെ വെള്ളം വരും. അങ്ങനെ കുറച്ചുകൂടെ വെള്ളം വന്ന് ആ ഒരു ആവേശത്തിൽ കൂടി വരും എന്നുള്ളതാണ്. എന്തായാലും കണ്ടില്ലേ, കാറമ്പളക്കാരന്റെ ആവേശം കണ്ടില്ലേ? എല്ലാ തവണയും ഇങ്ങനെ ഇതുപോലെ ആവേശത്തോടു കൂടി ഭക്തിസാന്ദ്രമായി എത്തുന്ന ഒരു കാഴ്ചയാണ്. എല്ലാവരും ഇതേ ആവേശത്തോടു കൂടി തന്നെയാണ്, അവർക്ക് ഭക്തിയിൽ ലയിക്കുന്ന ഒരു ആവേശം തന്നെയാണ്. നമസ്കാരം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായല്ലേ? എല്ലാം കൃത്യമായിട്ടുണ്ട്. റെസ്ക്യൂവിന്റെ കൺവീനർ ഞാനാണ്. അത് ഞങ്ങള് രക്ഷകരാണ്. 6 ബോട്ട് കൃത്യമായിട്ടും ഈ റേസ് കോഴ്സിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് പരപ്പനങ്ങാട് തൊട്ട് തത്തങ്ങട് വരെ ഇങ്ങനെ ടു ആൻഡ് ഫ്രോ ഓടി നിൽക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ 30 പേരെ നമ്മൾ റെസ്ക്യൂ ടീമായിട്ട് ആൾക്കാരെ വെളിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഈ തൊഴിലാളികൾ, മണൽവാര തൊഴിലാളികളുടെ അടക്കം നമ്മൾ എടുത്തിട്ടുണ്ട്. അല്പം വെള്ളം കുറവുണ്ടല്ലോ. വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, എന്നാലും അത് നൂരും. കാരണം 1:30 കഴിഞ്ഞിട്ടുള്ളല്ലോ, അപ്പം അപ്പോഴത്തേനും വെള്ളം വരും എന്ന വിശ്വാസം. അത് അങ്ങനെ സംഭവിക്കട്ടെ. എല്ലാ ഓണാശംസകളും ആവേശം തന്നെയാണല്ലേ? അതല്ലേ, നമ്മുടെ റെസ്ക്യൂവിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ കൺവീനറാണ് അദ്ദേഹമാണ് പറയുന്നത്. 30 രക്ഷാപ്രവർത്തകരെ, അതായത് വെള്ളത്തിൽ ആരെങ്കിലും വീണ് അപകടമുണ്ടായി കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള 30 കൃത്യമായി ഈ രക്ഷാപ്രവർത്തനം നടത്താൻ അറിയാവുന്ന ആൾക്കാരെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളുണ്ട്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ മാഷട്ടം പറഞ്ഞതുപോലെ ചെന്നിത്തല പള്ളിയോടം എന്ന് പറയുന്ന ഓണാട്ടുകരയിൽ നിന്ന് വരുന്ന പള്ളിയോടമാണ്. അത് ഇന്നലെ പുറപ്പെട്ട് അതിൻ്റെ ഒരു പകുതി ദൂരം പിന്നിട്ട് അതിനുശേഷം ഏതാണ്ട് ഇന്ന് ഇപ്പോൾ ഒരു 12 മണിയോടുകൂടി ഇവിടേക്ക് എത്തും. അതായത് ഒഴുക്കിനെതിരെ നീന്തി വരുന്നതാണ്. അതായത് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് നീന്തി വരുന്ന ആണ് പള്ളിയോടങ്ങൾ. അത് 3-4 പള്ളിയോടങ്ങളുണ്ട്. അത് ഓണാട്ടുകര ഭാഗത്തു നിന്ന് വരുന്ന പള്ളിയോടങ്ങളാണ്. ഓതറ പള്ളിയോളം, അതുപോലെ തന്നെ ചെന്നിത്തല പള്ളിയോളം. അവയൊക്കെ തന്നെ 12 മണിയോടുകൂടി എത്തും. ഈ നെറ്റിപ്പട്ടമൊക്കെ ചാർത്തിക്കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗജവീരനെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച, എത്ര നയനമനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് വേറെ എങ്ങും കാണാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് നമുക്ക് പറയുവാൻ സാധിക്കാൻ. തന്നെയായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ പതാക ഉയർത്തും. ഈ പമ്പയുടെ എല്ലാ കരകളിലും വഞ്ചിപ്പാട്ടിന് താളമാണ്. ആ താളത്തിൻ്റെ അനുസരിച്ച് ഓരോ ആൾക്കാരും ഇങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്ന സത്രക്കടവിലേക്കും ആ പമ്പയുടെ ഇരുകരകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതേ ആവേശം തന്നെ തൃശ്ശൂരുമുണ്ട്. തൃശ്ശൂർ വലിയ ആവേശത്തിൽ തന്നെയാണ്. പുലികളിക്ക് വേണ്ടിയുള്ള പുലികളെല്ലാം തന്നെ തയ്യാറായിരിക്കുന്നു.